പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗം ഇപ്പോൾ ചേരാൻ പോവുകയാണ്. ഭീകരാക്രമണത്തിൽ ഇതുവരെ പൊലിഞ്ഞത് 29 പേരാണ്. 29 പേരുടെ ജീവനും പകരം ചോദിക്കുന്നത് എങ്ങനെയെന്ന് തീരുമാനിക്കാനുള്ള സുപ്രധാനമായ മന്ത്രിസഭാ ഉപസമിതി യോഗമാണ് ഡൽഹിയിൽ ചേരുന്നത്. ഭീകരതയെ നേരിടുന്നതിൽ പാകിസ്ഥാനോടും അവർ പാലൂട്ടി വളർത്തുന്ന ഭീകര സംഘടനകളോടും സന്ധിയില്ല എന്ന് രാജ്യം പ്രഖ്യാപിച്ച് ആവർത്തിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം നടക്കുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, യോഗം തുടങ്ങിയോ? ആരെല്ലാം പങ്കെടുക്കുന്നുണ്ട്? സുപ്രധാനമായ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട് യോഗശേഷം? പ്രദേശ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതുപോലെ തന്നെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയവരാണ് ഈ യോഗത്തിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ യോഗത്തിന് ശേഷം 7:30 അല്ലെങ്കിൽ 7:15 ഒരു വാർത്താ സമ്മേളനം വിദേശകാര്യ മന്ത്രാലയം വിളിച്ചിട്ടുണ്ട്. അത് വ്യക്തമാക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനും മീതെ നയതന്ത്ര തലത്തിൽ എന്തെങ്കിലും ഉപരോധം ഏർപ്പെടുത്തും എന്നുള്ളൊരു കാര്യം അതിലേക്ക് വഴിവെക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഈ വാർത്താ സമ്മേളനം വിളിക്കുന്നതിലൂടെ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ഇന്ത്യ പാകിസ്ഥാനും മീതെ ചില ഉപരോധങ്ങൾ വെച്ച് നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ ദുർബലമാക്കുന്ന ഒരു നടപടിയിലേക്ക് ആദ്യം കടക്കും എന്നുള്ളൊരു സൂചന ചില റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇത് വ്യക്തമാക്കുന്ന രീതിയിലൊരു പ്രഖ്യാപനമാണ്, ഒരു വാർത്താ സമ്മേളനമാണ് അല്പസമയത്തിനകം എന്തായാലും നടക്കാൻ പോകുന്നത്. ഈ യോഗത്തിന് ശേഷം അല്പസമയത്തിനകം തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആ വാർത്താ സമ്മേളനം എന്തായാലും നടക്കും. അതിനപ്പുറത്തേക്കുള്ള ചില സൈനിക നടപടികൾ അത് എത്തരത്തിലായിരിക്കണം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ കേന്ദ്ര മന്ത്രിസഭയുടെ ഉപസമിതി യോഗം ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഭീകരർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. സേനയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന അത്തരം ഓപ്പറേഷനുകൾക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്ന് സേനയിൽ നേരത്തെ പ്രവർത്തിച്ചവർ ഉൾപ്പെടെ വിദേശകാര്യ വിദഗ്ധർ ഉൾപ്പെടെ നിരീക്ഷിക്കുന്നുമുണ്ട്. അത്തരം സൂചനകൾ സർക്കാർ തലത്തിൽ വരുന്നുമുണ്ട്. എങ്കിലും ഇത് രഹസ്യ ഓപ്പറേഷൻ ആയിരിക്കും. ഈ നയതന്ത്ര തലത്തിൽ ഏർപ്പെടുത്താൻ പോകുന്ന ഇടപെടലുകൾ, അക്കാര്യത്തിലൊരു പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? വിദേശകാര്യ മന്ത്രാലയം വിളിച്ചിരിക്കുന്ന വാർത്താ സമ്മേളനം അത് എത്രത്തോളം പ്രധാനവുമാണ്? വളരെയധികം പ്രധാനമാണ്. തീർച്ചയായിട്ടും ചില പ്രഖ്യാപനങ്ങൾ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനുമീതെ ചില ഉപരോധങ്ങൾ ഇന്ത്യ ഏർപ്പെടുത്താൻ പോകുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില സൂചനകൾ ഇതിനോടകം തന്നെ കേന്ദ്ര മന്ത്രിസഭാ വൃത്തങ്ങളിൽ നിന്നും വിദേശകാര്യ മന്ത്രിസഭാ വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതെന്താണ് എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. അല്പസമയത്തിനകം തന്നെ അതിലൊരു സ്ഥിരീകരണം ഉണ്ടാവും. വ്യക്തമായിട്ട് തന്നെ ആ വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാന് നയതന്ത്ര തലത്തിലൊരു മറുപടി കൊടുക്കാനാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സൈനിക നടപടി, പ്രതിരോധ തലത്തിൽ എന്തൊരു പ്രത്യാക്രമണമാണ് നടത്താൻ പോകുന്നത് എന്നാണ് പിന്നീടുള്ള ചോദ്യം. അത് പക്ഷേ നേരെ ഒരു യുദ്ധത്തിലേക്ക് പോകാത്ത രീതിയിൽ കൃത്യമായിട്ടൊരു ആസൂത്രണത്തോടെ ഈ മുൻപുണ്ടായ ഉറിയിലാണെങ്കിലും, അല്ലെങ്കിൽ ഉറിക്ക് മറുപടിയായിട്ടുള്ള ആ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആണെങ്കിലും, ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക് ആണെങ്കിലും എല്ലാം തന്നെ നടത്തിയതുപോലെയുള്ളൊരു പ്രത്യാക്രമണം തന്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സൈനിക നടപടി ഉണ്ടാകും എന്നുള്ളൊരു കരുതൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് അത്തരത്തിലൊരു പ്രത്യാക്രമണം നടത്താനുള്ളൊരു അവകാശം നിലവിലുണ്ട്. ലോക നേതാക്കൾ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു. ലോക രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണ അർപ്പിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നു. ഇതെല്ലാം വഴിവെക്കുന്നതും ഒപ്പം തന്നെ ഇതിനോടകം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയും നൽകിയിരിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇന്ത്യ സൈനിക തലത്തിൽ, പ്രതിരോധ തലത്തിൽ പാകിസ്ഥാനൊരു ചുട്ട മറുപടി കൊടുക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള സൂചനകളാണ്, പ്രസ്താവനകളാണ് ഈ കേന്ദ്ര മന്ത്രിസഭകളിൽ നിന്നും നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടം എന്നോളമായിരിക്കും നയതന്ത്ര തലത്തിൽ എന്തെങ്കിലും ഒരു ഉപരോധം വരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില നടപടികൾ എടുത്തുകൊണ്ടുള്ള ആദ്യ നടപടി എന്ന് പറയുന്നത്. അത് എന്ത് എന്നറിയേണ്ടിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അതിൽ വ്യക്തത വരും. ഇപ്പോഴും എനിക്ക് പുറകിൽ കാണുന്ന ആ വസതിയിൽ ഈ നിർത്തിയെത്തിക്കുന്നത് മുഴുവൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും അതുപോലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയും വാഹനങ്ങളാണ്. ആ മതിലിനപ്പുറത്തെ 7 ലോക് കല്യാൺ മാർഗ് എന്ന വസതി, പ്രധാനമന്ത്രിയുടെ വസതി, അതിനകത്ത് ആ യോഗം നടന്നുകൊണ്ടിരിക്കുന്നു. ആ യോഗത്തിൽ പങ്കെടുക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയുടെ തന്നെ ഏറ്റവും ഉന്നതരായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ
ശങ്കർ എന്നിവരാണ്. തീർച്ചയായിട്ടും അതിസുപ്രധാനമായ യോഗമാണ് നടക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ, വിവരങ്ങളാണ് അർജുൻ പീതാംബരൻ പങ്കുവയ്ക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പൊരിഞ്ഞ 29 പേരുടെ ജീവന് പകരം ചോദിക്കേണ്ടത് എങ്ങനെയെന്ന് തീരുമാനിക്കാനുള്ള സുപ്രധാനമായ മന്ത്രിസഭാ ഉപസമിതി യോഗം ഡൽഹിയിൽ ചേർന്നു. ഭീകരത നേരിടുന്നതിൽ പാകിസ്ഥാനോടും അവരുടെ ഭീകര സംഘടനകളോടും ഒരു തരത്തിലുള്ള സന്ധിയും വേണ്ട എന്നത് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. അതിന്റെ തുടർച്ചയായുള്ള യോഗത്തിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം വാർത്താസമ്മേളനത്തിലൂടെ അറിയാൻ കഴിയുമെന്നും അർജുൻ റിപ്പോർട്ട് ചെയ്യുകയാണ്.